സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ ഐക്യയിൽ ഷോപ്പിങ്ങിന് വന്നാണ്. അപ്പം ഞാൻ കരുതി നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. ഐക്യ കാണാത്ത എത്ര പേരുണ്ട്? കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഐക്യ എന്ന് പറയുന്ന ഒരു വലിയ ഹോം സ്റ്റോറാണ്. ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇവിടെ ഈ റെഡി ടു അസംബിൾ ഫേർണിച്ചേഴ്സും പിന്നെ കിച്ചൺ ഐറ്റംസ്, ഓർഗനൈസേഴ്സ്, ഹോം ഡെക്കോസ് ഇതെല്ലാം ഒരു സ്ഥലത്ത് കിട്ടും. ഇത് ജസ്റ്റ് ഒരു ഷോപ്പ് അല്ല കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള റൂം സെറ്റപ്പ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുമിച്ച് എങ്ങനെ ഒരു റൂം നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് അവർ കാണിച്ചു തരും. ഓരോ റൂമും അവർ ഓരോ തീമിലായിരിക്കും കേട്ടോ ചെയ്തിട്ടുണ്ടാവുക. ഇത് നമുക്കൊരു പിങ്ക് തീമിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാം ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു ഓഫീസ് ടേബിളാണ് കാണിച്ചത്. പിന്നെ ചുമ്മാ അങ്ങനെ അവർ കാണിച്ച് വെക്കുന്നത് മാത്രമല്ല, ഇതിനെല്ലാം ഒരു പ്രൈസ് ടാഗും ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങളൊരു വൈറ്റ് ആൻഡ് റെഡ് ടാഗ് അവിടെ കാണുന്നില്ലേ? അപ്പം അതേപോലെ ടാഗ് ഉണ്ടാവും, അതിൻ്റെ റേറ്റും കൃത്യമായിട്ട് ഉണ്ടാവും. ചില ഐറ്റംസ് നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ചില ഐറ്റംസ് ആ റെഡ് കളറിൽ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, അത് എവിടെ നിന്നാണ് എടുക്കുക എന്നുള്ളത് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഇതൊരു റാന്തലിൻ്റെ ഒരു ഫോമുള്ള സാധനമാണ്. പിന്നെ ഹോം ഡെക്കോൾസ് ഒത്തിരി ഉണ്ട്. ഇപ്പം ഈ ഫ്ലവേഴ്സ്, പിന്നെ ഈ ചെടികളൊക്കെ, ഇതൊക്കെ ഒന്നും ജീവനില്ലാത്ത ചെടികളാട്ടോ, പ്ലാസ്റ്റിക് ചെടികളാണ്. നമുക്ക് പ്ലാസ്റ്റിക് അല്ലാത്ത ലൈവ് പ്ലാന്റ്സും അത് വേറെ സെക്ഷനിലുണ്ട്. ഇത് നോർമൽ ഫ്ലവേഴ്സാണ്. ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ അതിന് പറ്റിയ വേസസും ഉണ്ട്. ഓരോന്നും നമുക്ക് എങ്ങനെയാണോ അത് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ അതിന് പറ്റിയ വേസസിലാണ് അവരത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് അവിടുത്തെ ഒരു റൂട്ട് മാപ്പ് ആട്ടോ, അറിയാത്ത ആൾക്കാർക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ കാണാം. പല റേറ്റിലാണ്, ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അവർ ഈ വേസിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പം 2 എണ്ണമാണ് അവർ വെച്ചത്. ഇതാണ് സിംഗിൾ ഫ്ലവർ ആയിട്ട് ഉള്ളത്. ഇങ്ങനത്തെ ഒന്ന് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു 2-3 എണ്ണം മീൻസ് ബഞ്ചായിട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇതിന് ഒന്നിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 200-300 എന്തോ ഉണ്ട്. വേസ്റ്റിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. നല്ല ഭംഗി കേട്ടോ കാണാൻ. ഇതിങ്ങനെ ബഞ്ചായിട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. നമുക്കത് സിംഗിളായിട്ട് എടുത്താൽ അത്ര ഒരു രസം തോന്നില്ല കേട്ടോ. നമുക്ക് റൂംസിൻ്റെ കോർണേഴ്സിലൊക്കെ വെക്കാൻ പറ്റും. ഇത് സോഫയുടെ സെക്ഷനാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇത് ഞങ്ങളൊരു വർക്കിംഗ് ഡേയിലാണ് വന്നത്, അതുകൊണ്ടാണ് ഇത്ര കാലിയായിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത്? പലതരത്തിലുള്ള സോഫാസ് ഉണ്ടാവും കേട്ടോ. പക്ഷെ സോഫയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇത് സ്റ്റൂൾസ് ആണ്, അല്ല കോഫി ടേബിൾ പോലത്തെ. ആ ഗ്രീൻ കണ്ടില്ലേ, അത് നമുക്ക് ഒരു ട്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ബെഡ് സൈഡ് ടേബിളാണ്. ഇതൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് എഫോർഡബിൾ ആയിരിക്കും, ചില കാര്യം എഫോർഡബിൾ ചില മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ചിലത് എഫോർഡബിൾ ആയിരിക്കും, ചിലത് അത്യാവശ്യം നല്ല റേറ്റിൽ വരുന്നുണ്ട്. ഇത് എക്സ്പാൻഡബിൾ സോഫാസിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമുക്കിങ്ങനെ ബെഡ് പോലെ, ഇപ്പം ടി വി ഒക്കെ കാണണമെങ്കിലേ ബെഡ് പോലെ ഇങ്ങനെ നിവർത്തി ഇടാൻ പറ്റുന്നതാണ്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് കുഷൻ ഉണ്ട് കേട്ടോ. ഇത് കുഷൻ എന്ന് പറയുമ്പോൾ കുഷൻ കവേഴ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലത്തെ കുഷന് വേറെ റേറ്റ് ഉണ്ടാവും. ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചത് നമുക്ക് ഈ ഇപ്പോൾ ഒരു 300, ഇതപ്പം 600, 599 അവർ ഇട്ടിട്ടില്ലേ, അപ്പം മൊത്തത്തിലായിരിക്കും 599. ആക്ച്വലി ആ കുഷൻ കവറിൻ്റെ മാത്രം റേറ്റ് ആയിരിക്കും. കുഷന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് വേറെ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരുപാട് നമുക്ക് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ഡ്രോയിങ് റൂം പോലെ അവർ സെറ്റ് ചെയ്തതാണ്. ഇത് നോക്കി അവർ നെറ്റൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊരു ചെറിയ അപ്പാർട്ട്മെന്റ് പോലെ അവർ സെറ്റ് ചെയ്താന്ന് തോന്നുന്നു. നമുക്ക് ഈ കയറ് വരുമ്പോൾ തന്നെ ഈ ഷൂ റാക്ക് പോലത്തെ ഒരു സെറ്റപ്പും ഒക്കെ ആയിട്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും.
ഇതൊരു വിൻഡോ ഒരു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിലൊരു ഫ്ലാറ്റിൻ്റെ ഒരു സെറ്റപ്പാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പാത്വേ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവർ നമുക്ക് ഡയറക്ഷൻ തരിക. ഈ ഡയറക്ഷനിൽ നടന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ അടുത്ത് വഴി തെറ്റിപ്പോവും. ഇത് അവർ വരച്ചതല്ല. ഇതിന് മുകളിൽ നോക്കൂ, ഒരു ലൈറ്റാണ്. ലൈറ്റ് നമുക്ക് ആ ഒരു ആരോൻ്റെ ഷേപ്പിൽ അവർ ചെയ്തതാണ്. കാല് വെച്ച് ആ ലൈറ്റ് നമ്മുടെ മേലേക്ക് ഉണ്ടാവും. ഈ റൂം ഒരു ഗ്രീൻ തീമാണ് അവർ കൊടുത്തത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസിൻ്റെ സമയത്ത് അവർ ചെയ്തതായിരുന്നു എന്ന്. പിന്നെ അവർ റിമൂവ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഈ ഫ്രെയിംസും ആ ഫ്ലവേഴ്സും എല്ലാം കണ്ടില്ലേ, എല്ലാം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വീട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് കുറച്ച് മിസലേനിയസ് ഞാൻ ഷോപ്പ് ചെയ്താണ്. ഇതൊക്കെ നമുക്ക് സിങ്ക് കഴുകാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആട്ടോ അവരുടേത്. ഇതൊക്കെ ചെറിയ റേറ്റുള്ളൂ. ഇത് കസേര എന്ന് വെച്ചാൽ മൊബൈൽ സ്റ്റാൻഡാണ്. പല രീതിയിൽ നമുക്ക് മൊബൈൽ വെക്കാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എത്ര 250 മറ്റോ ആണ്. പക്ഷേ ഭയങ്കര വേർത്താണ് കേട്ടോ അത്. ഇത് നമുക്ക് ഈ സോഫയുടെ ഒക്കെ മേലെ ഈ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ളൊരു സാധനമാണ്. ഇതതുപോലെ വീട്ടിൽ പൊടിയൊക്കെ നമുക്ക് തട്ടാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇത് ഐക്കിയയിലെ സ്പെഷ്യൽ കപ്സ് ആണ്. പല റേറ്റിലുണ്ട്. പിന്നെ ഇത് ഒരേ റേഞ്ചിൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന കപ്സ് തന്നെയാണ്. പല കളേഴ്സും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായത് കാണാൻ. ഞാൻ 2 മേടിച്ചായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളും കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ വിഡ്ത്ത് നന്നായിട്ടുണ്ട് ഈ കപ്സിന്. എല്ലാം ഒരു പേസ്റ്റൽ കളേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ. എനിക്ക് ഈ കളറും ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ടൈം പീസ് മേടിക്കണം എന്നുള്ളത്. ഇത് TV സ്റ്റാൻഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. പല റേറ്റിലുള്ളതുണ്ട്. പല രൂപത്തിലും ഭാവത്തിലുമുള്ള TV സ്റ്റാൻഡ്സ് ഉണ്ട്. ഏറ്റവും റേറ്റ് കുറവുള്ള TV സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം സ്റ്റോറേജും ഉണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം വലിയ സെറ്റപ്പാണ്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് നമുക്ക് തരുന്നുണ്ട്. റേറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു 29,000 മറ്റോ ആണ്. പക്ഷേ 26,000. പക്ഷെ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ. പല രീതിയിലും പല തരത്തിലും നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് TV സ്റ്റാൻഡ് നല്ല സ്റ്റോറേജും അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളും വെക്കാം. അതെല്ലാം കവർ ചെയ്ത് വെക്കേണ്ടതാണെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഇതൊരു യെല്ലോ തീമാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കിച്ചൺ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ആ വേസ് എന്ത് ഭംഗിയല്ല, ഒരു മസ്റ്റർഡ് യെല്ലോ ആയിട്ട്. അതിന് ഫ്ലവേഴ്സ് അവർ കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളർ പിങ്ക്. നന്നായിട്ട് അത് സെറ്റ് ആവുന്നുണ്ട് അതിന്. നമുക്കത് ഈസി ആയിട്ട് നമ്മൾ അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ഐക്യന്ന് മേടിക്കുക വെച്ചാൽ അവർ തന്നെ കാണിച്ചു തരും നമുക്ക് ഏത് വേസിന് ഏത് ഫ്ലവറാണ് സ്യൂട്ട് ആവുക എന്നുള്ളത്. അതേപോലെ ഈ കബോർഡ് വൈറ്റ് ആയതുകൊണ്ട് ആ യെല്ലോ വൈറ്റ് ആ കോംബോ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ഈ ബോക്സസ് ഇവിടെ അവൈലബിൾ ആട്ടോ പല റേറ്റിൽ. ഇത് വേറൊരു ബോക്സാണ്. ഞാൻ പറഞ്ഞ ഓർഗനൈസേഴ്സ് ആണിത്. ഇത് നമുക്ക് 299 ഓൾമോസ്റ്റ് 300 ആണ്. ഇതേപോലെ നമുക്ക് ഒരു ഷെൽഫ് ഉണ്ടെങ്കിൽ ഈ ഷെൽഫും നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. എന്നിട്ട് ഈ ഓർഗനൈസേഴ്സ് ഇങ്ങനെ ബോക്സസ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എന്തെങ്കിലും ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഇത് വേറൊരു തരം ഷെൽഫാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് മെറ്റീരിയൽ എനിക്ക് തോന്നുന്ന ഒരു ഇരുമ്പ് പോലത്തെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഉള്ളിൽ അവർ ഓർഗനൈസേഴ്സ് വെച്ചിട്ടുണ്ട്. അത് 240 സംതിങ് ഇല്ലേ, ആ എമൗണ്ട് കൊടുത്തിട്ട് നമ്മളത് മേടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഭയങ്കര ഒരു സ്മൂത്ത് ആയിരിക്കും അവരുടെ ഈ ഡ്രോവേഴ്സൊക്കെ ഇങ്ങനെ തുറക്കും. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിനെല്ലാം. അതിനകത്തുള്ള റേറ്റും ഉണ്ട്. ഇതിന് എത്ര 26,000 മറ്റോ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടേബിളിൻ്റെ കളർ ചേഞ്ച് ആണ്. നല്ലൊരു എസ്തെറ്റിക് ലുക്ക് ഇല്ലേ.
ഇതവരൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്താണ്. നമ്മൾ ഓരോ തീമാണ് അവർ കൊടുത്തത്. ഇവിടെ ഒരു ഈ കോഫി ബ്രൗണും വൈറ്റും കൂടെ ഉള്ളൊരു തീം. ആ ലൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൻ്റെ മുകളിലുള്ള സംഗതി പേപ്പറാണ്, പക്ഷെ എന്നാലും അവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി കൊടുക്കും നമ്മൾ ഈ ഡ്രോയിങ് റൂമിനും ഡൈനിങ് റൂമിനും ഒക്കെ അത്. ഈ ഒരു ഷെൽഫിന്റെ ഡോറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണോ? ഓക്കെ, വാവ്. ഒക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ചുമ്മാ ഒരു ഡോറ് കൊടുത്താൽ മതി, പക്ഷെ ഇങ്ങനെ ആവുമ്പം കുറച്ചുകൂടി ഒരു രസമാണ് കാണാൻ. അതിനെത്ര 7,000 സംതിങ്. ഇതൊക്കെ സ്റ്റൂൾസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്റ്റൂള് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ക്വാളിറ്റി ആട്ടോ ഇവിടെ സാധനങ്ങൾക്ക് എല്ലാം. നമുക്ക് പിന്നെ അവർക്ക് റിട്ടേൺസ് 365 ഡേയ്സ് റിട്ടേൺസ്, അതായത് ഒരു വർഷം യൂസ് ചെയ്തിട്ടും അവർക്ക് മീൻസ് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാം. ഇത് ഡൈനിങ് ടേബിൾ സെക്ഷൻ ആണ് കേട്ടോ. വെച്ചാൽ വലുതും ചെറുതും ആയിട്ടുണ്ട്. ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പല ഷേപ്പിലുള്ളതും ഉണ്ട് കേട്ടോ. ഇത് ഓഫീസ് സെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ അവർ ഓഫീസിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ചെയർസ് ഉണ്ട്, ടേബിൾസ് ഉണ്ട്. അത്യാവശ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെയർസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ടേബിൾസിനും അതേപോലെ തന്നെ കണ്ടില്ല, അവർ ഈ ഡെസ്ക്ടോപ്പൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു റിംഗ് ലൈറ്റ് നമുക്ക് അവിടെ കാണാം. ഈ ടേബിളിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ എന്ന് വെച്ചാൽ നമ്മൾ വലിച്ചും താത്തിയും കളിക്കേണ്ട ആവശ്യമില്ല. അതാ ഈ ആരോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊന്തിക്കോളും. ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെ പൊന്തി, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ അതിങ്ങനെ പൊന്തി വരും. അതേപോലെ തന്നെ താഴോട്ടുള്ള ആരോ ഇല്ലേ, അത് പ്രസ് ചെയ്താൽ അത് താഴും. ഞാനിത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞ പോലെ പിള്ളേർ വന്നിട്ട് അത് അവർ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടപ്പോൾ അവർ വന്നിട്ടത് അതിൻ്റെ മുകളിൽ കളിക്കുന്നുണ്ടായിരുന്നു. അതാ ആ കൊച്ചതാ കാണിച്ചു തരുന്ന. ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് പറ്റിയില്ല. പിള്ളേർക്ക് നല്ല രസമല്ലത്. അതാ അടുത്താള് വരുന്ന അവസാനം കച്ചറയുന്ന തോന്നുന്നത്. ഓക്കെ, ഇനിയാണ് ഇത് കിച്ചൺ സെറ്റപ്പ് ആട്ടോ. ഇത് നോക്കിയാൽ നമുക്കൊരു പുറത്തുള്ള കൺട്രീസിലെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ടേബിളും. പിന്നെ അത് ആ ഷെൽഫൊക്കെ കണ്ടില്ല, ഒരു വൈറ്റ് തീമാണ് കൊടുത്തത്. ഓഫ്, ആ നടുവിലുള്ള ആ വേസും ഫ്ലവേഴ്സും നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ. നല്ല റേറ്റ് ഉണ്ട് ആ ഫ്ലവേഴ്സിന് കേട്ടോ. എനിക്ക് തോന്നുന്നു 400 to 800 അങ്ങനെ എന്തോ റേഞ്ച് ഉണ്ട് അതിൽ ഒരു പൂവിന്. അവരത് 2ഉം 3ഉം പൂവ് മീൻസ് ഒരു ബഞ്ചായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. അവർ അതിനകത്ത് വെസൽസും സ്റ്റാൻഡും എല്ലാം അറേഞ്ച് ചെയ്ത് കാണിക്കും കേട്ടോ. ചിലത് അവർ ലോക്ക് ചെയ്ത് വെക്കും, ചിലത് അവർ കെട്ടിയിട്ട് വെക്കുക ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഈ ബൗൾസും അങ്ങനത്തെ വെസൽസൊക്കെ നമുക്ക് ചില മീൻസ് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ. ചിലത് ലോക്ക് ചെയ്ത് വെക്കും. ഇത് കിച്ചൻ്റെ മൊത്തത്തിലൊരു പ്ലാനാണ് കേട്ടോ. പലതരത്തിലുള്ള കിച്ചൺസ് ഉണ്ട്. ഞാൻ മൊത്തം ഒന്നും എടുത്തിട്ടില്ല, 1-2 ആയിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെസലാണ്. ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ സൈസും പിന്നെ ഇതിൻ്റെ ചെറിയ സൈസ്. നമുക്ക് ഈ മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു ഉള്ളിൽ കണ്ടില്ലേ, നമുക്കൊരു ഓവൽ ഷേപ്പ് ആണ്. നല്ല ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് മാവൊക്കെ കുഴച്ചെടുക്കാൻ പറ്റും. ഇത് വേറൊരു കിച്ചൺ സെറ്റപ്പാണ്. ഡൈനിങ് ടേബിളും മീൻസ് ഡൈനിങ് ഏരിയയും അതിൻ്റെ അടുത്ത് തന്നെ കിച്ചണും ആയിട്ട്. നമുക്കിത് മൊത്തത്തിൽ അവർ റേറ്റ് എഴുതിയിട്ടുണ്ടാവും. 4 lakhs മറ്റോ ആണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും അവർ റേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ റെഡ് ടാഗൊക്കെ തൂങ്ങി കിടക്കുന്നത് കാണാം. മൊത്തത്തിലും അവർ പറയും ഈ സെറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ലാക്സെന്നും ഉണ്ടാവും. പിന്നെ ഓരോന്നിനും അവർ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടും ഉണ്ടാവും. ഇതൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. എന്നെങ്കിലും ഒരിക്കലും ഇങ്ങനത്തെ കിച്ചണൊക്കെ ഉണ്ടാക്കണം. നമുക്ക് മിക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനും. പിന്നെ ഓവൻ ഉണ്ട്, കുഞ്ഞു ഓവനാട്ടോ, പക്ഷെ എന്നാലും നല്ല ക്യൂട്ടായിട്ട് നൈസായിരുന്നു കാണാൻ. പിന്നെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. പല തരത്തിൽ നമുക്ക് ഈ ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റിയ രീതിയിൽ ഗ്യാസ് സ്റ്റവ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങൾ ഈ റെഡും വൈറ്റും തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം ഇതിൻ്റെ വിലയാട്ടോ. നമുക്ക് നോർമലി ഒരു കിച്ചൺ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ ഫ്രിഡ്ജൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതൊക്കെ അവർ ഡെമോ പോലെ വെച്ചതാണ്. നോക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു നല്ലൊരു സ്റ്റാൻഡ്. പിന്നെ എണ്ണയുടെ ഒരു ചെറിയ ഇത് കാണാം.
എയർ ഫ്രയർ. പിന്നെ നമുക്ക് എല്ലാം താഴെ ഇങ്ങനെ വെക്കാതെ മുകളിൽ ഹാങ് ചെയ്ത് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് പോലെ ഉണ്ട് കേട്ടോ, നമുക്ക് കിച്ചണിൻ്റെ ക്ലോത്ത് വെക്കാനും ഒക്കെ. ഇത് നമുക്ക് ബാത്റൂമിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. ബാത്റൂം സെറ്റപ്പ് ഒക്കെ കാണണം ശരിക്കും. കുളിമുറിയിൽ ഇത്രയും നമുക്ക് സെറ്റ് ചെയ്യാൻ ഉണ്ടാവുമോ എന്നൊക്കെയാണ്. നമ്മളൊക്കെ കുളിമുറി ഈ കുഞ്ഞു കുളിമുറി അല്ലേ, കുളിക്കാനും പിന്നെ ഒരു ക്ലോസറ്റ് ഉണ്ടാവും, ഒരു ബക്കറ്റും പാട്ടേ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല കേട്ടോ. എല്ലാം അവർ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരുവിധം എല്ലാവരുടെ കയ്യിലും നമുക്ക് ഒക്കെ ചെറിയ റേറ്റിന് കിട്ടുന്നത്. ഇവിടെ 7,000 സംതിങ് ആണ്, പക്ഷെ നമുക്കത് ചെറിയ റേറ്റിനും അവൈലബിൾ ആണ്. അപ്പം ഓരോ തരത്തിൽ ഉള്ള ബാത്റൂം സെറ്റപ്പാണ്. എല്ലാത്തിനും അവർ ഓർഗനൈസേഴ്സും പിന്നെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ ബാത്റൂം സെറ്റപ്പ് ഉള്ള ആൾക്കാർക്ക് പറ്റുന്നതാണെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഇതിലേക്കും ഈ ക്ലോത്തൊക്കെ അവിടെ വെച്ചത് കണ്ടില്ല. അപ്പോൾ ഈ വെള്ളമൊന്നും തെറിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും. ഇതുപോലെ പാർട്ടീഷനൊക്കെ ചെയ്ത് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഒരു മീൻസ് കവർ ചെയ്ത ഒരു സ്പേസ്, പിന്നെ ക്ലോസറ്റ് വേറെ, അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സെറ്റപ്പാണിത്. അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്, എത്രയോ അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട് അത് മൊത്തം സെറ്റ് ചെയ്യാൻ. മൊത്തം ചില ബാത്റൂം മൊത്തം അല്ല, ഓരോരോ ഏരിയ സെറ്റ് ചെയ്യാൻ 82,000 അങ്ങനെ എന്തോ. ഇത് കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. മിററിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് റേറ്റ്, ഇപ്പം പൈപ്പിന് വരെ അവർ റേറ്റ് കൊടുക്കും. ഈ സ്റ്റോറേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ടവൽസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കുളിക്കുമ്പോൾ തെറിക്കാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത ബാത്റൂംസിന് മാത്രമേ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബാത്ത് ടബാണ്. ബാത്ത് ടബിൻ്റെ അടുത്ത് കസാരയൊക്കെ, കസാര അല്ലാതെ സോറി കസാര അല്ലാതെ ചവിട്ടി കയറാനുള്ള ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. വെള്ളം എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ജഗും ഗ്ലാസ്സും ഒക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്ത് ടബിൻ്റെ അടിയിൽ അവർ സ്റ്റോറേജ് ഉണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനം കേട്ടോ. ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വാഷ്റൂമിൽ നമ്മൾ ഈ ഷാംപൂ അങ്ങനത്തെ ഫേസ് വാഷ് അതൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റാൻഡാണ് ഇത്. പക്ഷെ നമുക്ക് ഡ്രില്ല് ചെയ്യൊന്നും വേണ്ട, ഒരു വാക്വം ഒരു സാധനം ഉണ്ട്, അത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. അത് തൂക്കിയിട്ടേ കണ്ടില്ലേ, നമുക്ക് ബ്രഷും പേസ്റ്റും എല്ലാം. അത് അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ്. ഓൾമോസ്റ്റ് 1 year ആയിട്ട് ഞങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബെഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. പലതരത്തിലുള്ള ബെഡ് നമുക്ക് കാണാം. ഈ മെറ്റലിൻ്റെ ഒക്കെ ഉണ്ട്, ചെറിയ കോട്ട്. പക്ഷെ നമ്മൾ ഈ മെറ്റലിൻ്റെ അല്ലേ, അത് റേറ്റ് കുറവായിരിക്കും തോന്നുന്നു. പക്ഷെ അത്യാവശ്യം ഒരു 15,000 ആ റേഞ്ചിലൊക്കെയാണ് എല്ലാം ഉള്ളത്. അതിൻ്റെ മേലും 20, 30 ആ ഒരു റേഞ്ചിലും ഉണ്ട് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും പില്ലോയുടെ റേറ്റ് ആണെന്ന്. ഒരിക്കലല്ല, പില്ലോ കവറിന് റേറ്റ് ആണ് ആ 2,500 കാണിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് പില്ലോ കവേഴ്സിന്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. ഇത് മിറേഴ്സാണ്, നമുക്കിങ്ങനെ ഈ ഒട്ടിക്കാൻ പറ്റിയതാണ്. ഒരു സെറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് അവർ ഡെമോ പോലെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളത് കാണിച്ചാണ്. ഇത് വാർഡ്രോബാണ്. വാർഡ്രോബിൻ്റെ ഒരു കലവറ തന്നെ നമുക്ക് കാണാം. എൻ്റെ ഒരു ഡ്രീമാണ് ഇതുപോലെ വലിയൊരു വാർഡ്രോബ് വാങ്ങിക്കുക എന്നുള്ളത്. ഇപ്പം കഴിയുന്നൊന്നും അറിയില്ല. ഇത് ഡോറ് തുറന്ന് നമുക്കിങ്ങനെ ലൈറ്റ് ഉണ്ടാവും. ഇതൊരു വാർഡ്രോബിൻ്റെ മാത്രം റേറ്റ് തന്നെ അത്യാവശ്യം ഉണ്ട്. എനിക്ക് തോന്നുന്നു 30, 40 അങ്ങനെ എന്തോ ഉണ്ട്. അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഇതൊരു സ്ലൈഡിങ് ഡോറാണ്, മിറർ വെച്ചിട്ടുള്ള ഒരു സ്ലൈഡിങ് ഡോറുള്ള വാർഡ്രോബാണ്. ഇതെല്ലാം തുറക്കുമ്പോൾ ലൈറ്റ് കത്തും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1 lakh സംതിങ് ആണ്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഉണ്ട്. എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതൊരു ബിഗ് ഡീൽ ആയിരിക്കില്ലല്ലോ. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം അവർ സെറ്റ് ചെയ്താണ്, ഒരു ഡാർക്ക് തീമൊക്കെ കൊടുത്തിട്ട്. ആ ഫ്ലവർ നോക്കി എന്ത് ഭംഗിയാ കാണാൻ. അടുത്തത് നമുക്ക് കിഡ്സ് സെക്ഷനാണ്. നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പിള്ളേർ കയറി മേയും അങ്ങോട്ട് ഇതിൻ്റെ അകത്ത്. കുഞ്ഞവർക്ക് കളിക്കാൻ പാകത്തിനുള്ള ഈ ടെൻറ്റും കാര്യങ്ങളും, അവരെ കുഞ്ഞ് ബെഡ്, സ്റ്റഡി ഏരിയ, അതൊക്കെ എന്തൊരു ചെറിയ ബെഡാ, സ്റ്റഡി ഏരിയ, അങ്ങനെ കുറേ ബെഡ്ഷീറ്റ്സ്, ഒരു മൊത്തത്തിൽ അവരുടെ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും. ഒരു റൂമൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് ഈ സ്കൈൻ്റെ ഒക്കെ ഒരു തീമാണ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് കുറച്ച് ലൈറ്റ്സ് ആണ്, ആ ഒരു പിങ്കും
വൈറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ലൈറ്റ്സ് ആണ്. പിന്നെ അവിടെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെക്ഷനാണ്. ഇത് ക്രോക്കറി സെക്ഷനാണ്. ഒരുപാട് സെക്ഷൻസ് ഉണ്ട് കേട്ടോ. മൊത്തം എനിക്കിങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇല്ലെങ്കിൽ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയി പോവും. ഇത് മിറർ സെക്ഷനാണ്. നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് പല രൂപത്തിലും പല ഭാവത്തിലുള്ള മിറേഴ്സ് കാണാം. സാധാരണ നമ്മൾ ഒന്നെങ്കിൽ നീളം മിറർ അല്ലെങ്കിൽ ഒരു ചതുര വട്ടമൊക്കെ അല്ലേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്താണ് റിക്വയർമെൻറ്റ് അതിനനുസരിച്ചുള്ള മിറേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. ബാത്റൂം മിറർ ആണെങ്കിൽ അങ്ങനെ, അതല്ല വാർഡ്രോബിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ വാൾ മിറേഴ്സ്. ഇതൊക്കെ കണ്ടു, സ്ക്വയർ ഷേപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പുറത്ത് ഈ ഓവൽ ഷേപ്പ് ഉള്ളതുണ്ട്, ഇത് റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ ലെങ്ത് ആയിട്ട് ഉള്ളത് ഉണ്ടാവും. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിറർ ആട്ടോ, ഈ സ്റ്റാൻഡ് ഫോമിൽ ഉള്ളത്. ഇതിന് ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, 4000 സംതിങ് ആണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കഫറ്റീരിയയിലേക്ക് വന്നതാണ്. ഇവിടെ നമുക്ക് സെൽഫ് സർവീസ് തന്നെയാട്ടോ, ഇഷ്ടമുള്ളത് എടുക്കാം. ഫുഡിൻ്റെ റേറ്റും അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നോക്കി കണ്ടൊക്കെ എടുക്കുക. ഒരു കോഫി കപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരു കപ്പിന് 80 റുപ്പീസാണ്. അപ്പോൾ ഒരു കപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്യാം. അതേപോലെ കൂൾ ഡ്രിങ്ക്സിന് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത്ര ആ ഒരു എമൗണ്ടിന് ഇഷ്ടമുള്ളത്ര റീഫിൽ ചെയ്യാം. എനിക്ക് ഈ കോഫി ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ബ്രൗൺ ഷുഗറാണ് യൂഷ്വലി ആഡ് ചെയ്യാറ്. ഇതെൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഐക്കയിൽ. നമുക്കിങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ ഹൈടെക് സിറ്റി ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണത്. ഇത് നമ്മുടെ ഐക്കേൻ്റെ ഗോഡൗൺ ആണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് എടുക്കാം, വലിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും. ഒരു ടാഗ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു, വൈറ്റ് ആൻഡ് റെഡ്. ആ റെഡിൻ്റെ അകത്ത് ഇങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവിടെ കണ്ടില്ല റാക്ക് 22 ലൊക്കേഷൻ 2 എന്ന്. അപ്പോൾ അവിടെ ഉള്ള ഐറ്റമിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത സാധനത്തിൽ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ വന്ന് ആ റാക്ക് കണ്ടുപിടിച്ചിട്ട് അതിന് റേറ്റും കാര്യങ്ങളും പേരും എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവും. റാക്ക് 22 ലൊക്കേഷൻ 2 ആണ് ഇത്. അപ്പം അതുപോലെ നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, റാക്ക് 22 ലൊക്കേഷൻ 3. അങ്ങോട്ട് പോയാൽ റാക്ക് 22 ലൊക്കേഷൻ 4 അങ്ങനെ അത് പോകുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് വന്നാൽ ചിലപ്പം റാക്ക് 24 നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബില്ലിങ്ങിൽ വന്നതാണ്. ഇവിടെ അവർ ബില്ല് ചെയ്തു തരും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ സെൽഫ് ചെക്കൗട്ട് ഏരിയയിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നുമില്ല, നമ്മുടെ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ ക്യൂ നിൽക്കൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ സാധനങ്ങൾ അവിടെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്താൽ ബില്ല് അതിലേക്ക് എൻട്രി ആയിക്കോളും. പിന്നെ കവർ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടുന്ന് എടുക്കേണ്ടി വരും. കവർ അത്യാവശ്യം റേറ്റ് ഉണ്ട്. വലിയ കവറാണെങ്കിൽ ഒരു 128 മറ്റോ ആണ്, ചെറുതാണെങ്കിൽ 70. ഏറ്റവും കുഞ്ഞു കവറിന് 30 അങ്ങനെ എന്തോ ആണ്. അപ്പം ഞങ്ങളിവിടെ 70 ആണ് എടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ